ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ് ആമസോണിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റാണ്. ഒരു പ്രോഡക്റ്റ് തന്നെ ഞാൻ 4 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തെന്നുള്ളൂ. റേറ്റ് കുറവ് കണ്ടുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നത് 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് എൻ്റെ കൈ കിട്ടിയിട്ടുള്ളതും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരേ പ്രോഡക്റ്റ് തന്നെ 4 ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ 4 ഉണ്ട്. 1 2 3 4 ഓർഡർ ചെയ്തേക്കുന്നത്. സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഇത് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഒരെണ്ണം കാണിച്ചു തരാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ബാഗ്രി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നട്ടി ഫ്രൂട്ടി വിത്ത് സീഡ് ഓഫ് ബെറീസ് മ്യൂസ്ലിയാണ്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിൽ റേറ്റ് കുറവ് കണ്ടപ്പോൾ ഓർഡർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അത് എഴുതിയേക്കുന്നുണ്ട് 71% ഓഫ് ഫൈബർ റിച്ച് ആൻഡ് ഗ്രെയിൻ ആൻഡ് ബ്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ 99 കാലോറീസ് പെർ സെർവ് എന്ന് പറഞ്ഞുകൊണ്ട് 68% ഓഫ് മൾട്ടിഗ്രെയിൻ കൊടുത്തിട്ടുണ്ട്. നോ ആർട്ടിഫിഷ്യൽ കളർ ആൻഡ് ആഡഡ് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലെന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ അവരുടെ 50 years എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ അഡ്സെറ്റ് ഫ്രൂട്ട് ഫ്ലേവേർഡ് എന്ന് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. താഴെ ബ്രേക്ക്ഫാസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കിലോയുടെ പാക്കേജാണ് ഇത്. ബാക്ക് സൈഡിലോട്ട് വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ നെറ്റ് ക്വാണ്ടിറ്റി നോക്കിയാൽ 1 kg ആണ്. MRP നോക്കിയാൽ 616 ആണ്. ഇതിൻ്റെ ഒരു ഹാഫ് പ്രൈസിലും കുറഞ്ഞ റേറ്റിലാണ് നമുക്കിത് കിട്ടിയത്. അതേപോലെ തന്നെ പാക്ഡ് ഡേറ്റ് 1 സെപ്റ്റംബർ 2025, യൂസ്ഡ് ബൈ 31 മെയ് 2026 വരെ ഉണ്ട്. അതിൽ ബാച്ച് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗുഡ്നെസ്സിൻ്റെ അവരുടെ ജേർണിയെ പറ്റി എഴുതിയിട്ടുണ്ട്. 50 years ആയതിൻ്റെ എ ബൗൾ ഫുൾ ഓഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളവരാണ് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ചാൽ മതി. അതേപോലെ തന്നെ GST കുറഞ്ഞതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ റേറ്റ് മാറ്റി അവർ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 80 ക്വാളിറ്റി ചെക്ക് ബിഫോർ റീച്ചിങ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. 80 ടൈപ്പിലുള്ള ക്വാളിറ്റി ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ അവരുടെ വേറെ പ്രോഡക്റ്റിൻ്റെയും പരസ്യവും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വീറ്റ്, റോൾഡ് ഓട്സ്, കോൺ, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളതും എത്ര % ആണെന്നുള്ളതുകൊണ്ട് ന്യൂട്രീഷൻ ഇൻഫർമേഷനും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അലർജിക് ആയിട്ടുള്ളവർക്ക് ഉള്ള അഡ്വൈസാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളതും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ എവിടെ നിന്നാണ് പ്രൊഡക്ഷനും കമ്പനിയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കറിൻ്റെ അവിടെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്, സോഴ്സ് ഓഫ് പ്രോട്ടീന്, നട്ട്സ്, ബെറീസ്, സീഡ്സ്, ഇവിടെ മൾട്ടിഗ്രെയിൻ ഗുഡ്നെസ്. ഇവിടെ നോക്കുവാണെങ്കിൽ നോൺ GMO എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അതെന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഹൈ ഫൈബർ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ടുള്ള നോ ആഡഡ് പ്രിസർവേറ്റീവ്സ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സൂപ്പർ സേവർ പാക്ക് എന്നുള്ളത് പറഞ്ഞിട്ട് ഇവിടെ ഒരു സിപ്പ് ലോക്കാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇവിടെ മണ്ടവശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇങ്ങേറ്റത്തായിട്ട് ഇത് വെച്ച് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി സിപ്പ് ലോക്ക് ഇട്ട് അടച്ച് വെക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കുപ്പിക്കകത്തൊന്നും ഇട്ട് വെക്കേണ്ട വരത്തില്ല. സിപ്പ് ലോക്ക് ഇട്ട് വെച്ചാൽ മതി. സേഫായിട്ട് തന്നെ ഇരുന്നോളും, തണുത്തൊന്നും പോകത്തില്ല. ഒരു പാക്കേജിൻ്റെ അകത്ത് ആൽമണ്ട് വരുന്നുണ്ട്, ബ്ലാക്ക് റസീം വരുന്നുണ്ട്, ജംബോ റോൾഡ് ഓട്സ് വരുന്നുണ്ട്, പംകിൻ സീഡ് വരുന്നുണ്ട്, കാൻബെറി വരുന്നുണ്ട്, കോൺഫ്ലെക്സ് വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, വോൾ ഈറ്റ് ഫ്ലേക്സ് വരുന്നുണ്ട്, ഡേറ്റ്സ് വരുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റായിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 അതുവരേക്കും താങ്ക് യു.